സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദി പറയുന്നു. ഞങ്ങൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് ഞങ്ങൾ ബ്ലസ് മീഡിയക്കായി സ്തോത്രം ചെയ്യുന്നു. അതിന്റെ നേതൃത്വത്തിലായിരിക്കുന്ന കർത്താവെ ജോസ് പാസ്റ്ററിനായി സ്തോത്രം, സനോജ് പാസ്റ്ററിനായി സ്തോത്രം. 2 ദേവദാസന്മാരെ അനുഗ്രഹിക്കണമേ. കൊടുത്തിരിക്കുന്ന ദർശനത്തിനായി സ്തോത്രം. വീണ്ടും ഈ ബ്ലസ് മീഡിയയ്ക്ക് പുതിയ പുതിയ ദർശനങ്ങൾ കൊടുത്ത് അവരെ മുൻപോട്ട് നയിക്കണമേ. കർത്താവ് ശക്തമായി പ്രയോജനപ്പെടുത്തണമേ. തുടർന്ന് വചനം സംസാരിക്കാൻ പോകുന്ന പ്രിയ ദേവദാസനായ സ്തോത്രം. ശക്തമായി ഞങ്ങളുടെ മധ്യത്തിൽ ദൈവവചനം പറയുവാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങൾക്ക് ആഴമേറിയ ആലോചനകൾ, ആഴമേറിയ ദൂതുകൾ തന്ന് കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയദാസൻ വചനമായി എഴുന്നേൽക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ ഹല്ലേലൂയ താഴ്ന്നിരുന്നുകൊണ്ട് അടിയനിത അടിയനിത എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വചനം കേൾക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. തുടർന്ന് എല്ലാ വിഷയങ്ങളെ താഴ്ത്തുന്നു. യേശുവിന്റെ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ. കർത്താവിന്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്ര നേരം പ്രാർത്ഥിക്കുവാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിച്ച് ബലപ്പെടുത്തി. തുടർന്ന് വചന ശുശ്രൂഷയ്ക്കായുള്ള സമയമാണല്ലോ. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ മധ്യത്തിൽ വചനം സംസാരിക്കാൻ പോകുന്നത് കർത്താവിൽ പ്രസിദ്ധനും ശ്രേഷ്ഠനുമായ ദേവദാസൻ പാസ്റ്റർ രാകേഷ് അവർകളാണ്. നമുക്ക് കരങ്ങളടിച്ച് അദ്ദേഹത്തെ വചനം ശുശ്രൂഷയ്ക്കാൻ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ബ്ലസ് മീഡിയയുടെ ഞായറാഴ്ചത്തെ ഈ സഭായോഗത്തിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് നൽകിയ സാവകാശം ഓർത്ത്, ആരോഗ്യം കൃപയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഈ യോഗത്തിൽ കൂടിയിരിക്കുന്ന എല്ലാ കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കായ സ്തോത്രം. എല്ലാവരെയും യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹമന്ത്രം അറിയിക്കുന്നു. കർത്താവ് സ്തോത്രം. ഈ 6-ാം മാസത്തിൻ്റെ 30-ാം ദിവസം വരെയും 6 മാസം അത്ഭുതകരമായി നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ തലമുറകളെയും ദൈവസഭയുടെ പ്രവർത്തനങ്ങളെയും ബ്ലസ് മീഡിയയുടെ പ്രവർത്തനങ്ങളെല്ലാം കർത്താവ് ഉള്ളംകൈയിൽ വഹിച്ചതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീഴാതോണം നമ്മളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തിൽ നിർത്തുവാൻ കഴിവും ശക്തിയും ബലമുള്ള കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റുവാനും ആ കർത്താവിനോട് പ്രാർത്ഥിപ്പാനും ആ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ആ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, ജാതികളുടെ ഇടയിലുള്ള നാമത്തെ ഉയർത്തുവാനും സുവിശേഷത്തിൽ പങ്കാളികളായി തീരുവാൻ ഒക്കെ കർത്താവ് നമ്മളെ സഹായിക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഹല്ലേലൂയാസ് പകലത്തെ അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിന് ശേഷം വീണ്ടും നമുക്ക് ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുവാൻ കർത്താവ് സാവകാശം ഒരുക്കിയല്ലോ. കർത്താവിൻ്റെ ദാസന്മാരെ അതേ സ്തോത്രം കർത്താവ് അനുഗ്രഹിക്കട്ടെ, കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വേല, ഈ കൂട്ടായ്മ വലിയ അനുഗ്രഹമായി തീരട്ടെ, അനേകർക്ക് വിടുതലായി തീരട്ടെ, ആശ്വാസമായി തീരട്ടെ. അതേ സ്തോത്രം ഹല്ലേലൂയ. ഓൺലൈൻ വഴിയായും അല്ലാതെയും ഒക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ ഫലം അതേ വചനം പറയുന്ന പോലെ സ്വന്തം അവർ ചെയ്യുന്ന സകലത്തിനും അവർ കൃതാർത്ഥരായി തീരുവാൻ വീണ്ടും ബ്ലസ് മീഡിയയുടെ എല്ലാ ദേവദാസന്മാരെയും ദൈവമക്കളെ അവർ ചെയ്യുന്ന സകലത്തിനും കൃതാർത്ഥരായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുകയും സ്തോത്രം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ 6-ാം മാസത്തിന് അവസാനത്തെ ഞായറാഴ്ച സന്ധ്യാസമയം സ്വന്തം ദൈവസേന അല്പസമയം കർത്താവിന് വചനമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ കർത്താവിനോട് കാണിക്കുന്ന കരുണയ്ക്കായി ദയക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യോഗത്തെ അത് ലീഡ് ചെയ്യുന്ന പാസ്റ്ററായ സ്തോത്രം തൻ്റെ കുടുംബത്തെയും തൻ്റെ പ്രവർത്തനങ്ങളെയും ദൈവസഭയൊക്കെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അട്ടപ്പാടിയിൽ പ്രവർത്തിക്കുന്ന അധ്വാനിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ആ ദേശത്തെയൊക്കെ പണ്ടൊക്കെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് സാവകാശം ഒരുക്കി. എന്നാൽ കഴിഞ്ഞ വർഷം സ്തോത്രം 2 ആഴ്ച അവിടെ വന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഗ്രേസി ആൻറ്റിയുടെ മുഖം കൂടി കണ്ടാൽ സന്തോഷമായിരുന്നു. കാരണം 1-2 ആൾക്കാർ ഓണുള്ളൂ. കുറച്ച് നാളെ ആൻറ്റിയുടെ മുഖം കണ്ടിട്ട് കുഴപ്പമില്ല. അട്ടപ്പാടിയിൽ 2 ആഴ്ച ആയിരിക്കാൻ അവിടെ പ്രവർത്തിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ചില മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് സാവകാശം ഒരുക്കി. ചില നാളുകൾ അവിടെ നിന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമായിരുന്നു, എന്നാൽ അത് സാധിച്ചില്ല. എങ്കിലും പ്രവർത്തനങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ അതിൻ്റെ ഇടയ്ക്കലാണ് മധ്യത്തിലാണ് സ്വന്തം സനോജ് പാസ്റ്ററിനെ പരിചയപ്പെടുവാനും ഇങ്ങനെയുള്ളൊരു മീറ്റിങ്ങിൽ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനും കർത്താവ് അടിയനും സാവകാശം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇന്നയോളം കഴിഞ്ഞ ഞായറാഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ബുധനാഴ്ച VS തോമസ് പാസ്റ്റർ ക്ലാസ് എടുത്തത് ആ നിമിഷം വരെയും സ്തോത്രം ഈ പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ നാളുകളായിട്ട് വർഷങ്ങളായിട്ട് പഠിപ്പിച്ചവർക്കായി സ്തോത്രം ചെയ്യുന്നു. വചനം പഠിപ്പിച്ചവർ കർത്തദാസന്മാർക്കായി സ്തോത്രം, വചനം ഘോഷിച്ചവർക്കായി സ്തോത്രം ചെയ്യുന്നു, പാട്ടുകൾ പാടിയവർക്കായി സ്തോത്രം, പ്രാർത്ഥിച്ചവർക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട തമിഴ് പാട്ട് ചിജപാസ് എപ്പോഴും ഈ കുറച്ച് നാളുകളായിട്ട് പാടുമ്പോൾ തമിഴ് പാട്ടാണ് പാടുന്നത്. പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിൽ കർത്താവ് തന്നെ അനുഗ്രഹിക്കട്ടെ. ആത്മാവിലൂടെ പാട്ടാണല്ലോ സ്തോത്രം. കർത്താവ് ധാരാളമായി തന്നെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. വേഗത്തിൽ 1-2 കാര്യങ്ങൾ വചനത്തിൽ നിന്ന് ഓർപ്പിച്ച് ഞാൻ ഇരുപ്പാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. കർത്തദാസൻ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞു. സ്തോത്രം. പ്രാർത്ഥിപ്പാനും തിടുക്കം എനിക്കും ഉള്ളൊരു ആളായതുകൊണ്ട് സ്തോത്രം, അതുകൊണ്ടാണ് ഞാൻ തിടുക്കത്തിൽ പ്രാർത്ഥിച്ചത്. വേറെ ആരെങ്കിലും ദേവദാസന്മാർ ഉണ്ടായിരുന്നു എങ്കിലും സമയം പോകുന്നതുകൊണ്ടും കൂടി ഞാൻ
തിടുക്കത്തിൽ പ്രാർത്ഥിച്ചത്. പ്രാർത്ഥനാ വിഷയം സ്വന്തം വളരെ ആവശ്യമുള്ള പ്രാർത്ഥനാ വിഷയങ്ങളാണ്. ആത്മീയ വിഷയങ്ങൾ നമ്മുടെ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യം വളരെ ആവശ്യമാണ്. ഈ നാളുകൾ വളരെ പിന്മാറ്റ അവസ്ഥയിൽ നമ്മുടെ സഭകളെല്ലാം, ഏത് പ്രസ്ഥാനമായിക്കോട്ടെ ഏത് കൂട്ടായ്മ ആയിക്കോട്ടെ, വളരെ പിന്മാറ്റത്തിലായിരിക്കുന്നു. ലോകത്തിൻ്റെ മോഹങ്ങളിൽ, ഒരു വശം ലോകത്തിൻ്റെ ജോലി കാര്യങ്ങളിൽ, ലോകത്തിൻ്റെ വിദ്യാഭ്യാസത്തിലൊക്കെ ഓരോ തരത്തിൽ യൗവനക്കാരായിക്കോട്ടെ, ജോലിക്കാരായിക്കോട്ടെ, സഹോദരി സഹോദരന്മാരായിക്കോട്ടെ, ബാക്കിയുള്ള മാതാപിതാക്കളായിക്കോട്ടെ, അവരാകുമ്പോഴത്തേക്ക് അവർ രോഗത്താൽ ഭാരപ്പെടുന്ന, പ്രായം നിമിത്തം രോഗത്താൽ ഭാരപ്പെടുന്ന അവസ്ഥയിൽ അവരായിരിക്കുന്നു. ജോലിക്കാർ ചെറുപ്പക്കാരാകുമ്പോൾ അവർ ജോലിയുടെ നിമിത്തം, കുഞ്ഞുങ്ങളാകുമ്പോൾ യൗവനക്കാരാകുമ്പോൾ അവർ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അങ്ങനെ സമയമില്ലാതെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ആർക്കും സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആയിരിക്കുന്നു. കർത്താവ് ചോദിച്ചത് വലിയൊരു ചോദ്യം ചോദിച്ചാണ് കർത്താവ് പോയത്. ഞാൻ വരുവോളം വിശ്വാസം കണ്ടെത്തുമോ? സഭ കണ്ടെത്തുമോ എന്നല്ല പറഞ്ഞത്, അത് ആത്മീയ ശുശ്രൂഷകൾ കണ്ടെത്തുമോ എന്നല്ല യേശു പറഞ്ഞത്. യേശു ചോദിച്ചത് സ്തോത്രം ഹല്ലേലൂയ വിശ്വാസം കണ്ടെത്തുമോ? എബ്രായ ലേഖനം നമ്മൾ വായിക്കുന്ന 15 അധ്യായം 6 വാക്യം നമ്മൾ വായിക്കുന്നത്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. അത്ഭുതം അടയാളമല്ല ഒരാളെ 10 രോഗികളെ ഞാൻ സൗഖ്യമാക്കിയത്, 10 മരിച്ചവരെ ഉയർപ്പിച്ചതല്ല വിഷയം. ഹല്ലേലൂയ കർത്താവേ ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ എന്ന് മത്തായിയുടെ സുവിശേഷം പറയുന്നുണ്ട്. കർത്താവ് പറയുന്നു, ഞാൻ ഒരു നാളും നിങ്ങളെയും അറിയുന്നില്ല. സ്തോത്രം. പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളെ അറിയും? നിങ്ങളുടെ വിശ്വാസം നിമിത്തം. ആ വിശ്വാസം, നമ്മളെ ഭരമേൽപ്പിച്ച വിശ്വാസമുണ്ട്, അത് അന്ത്യത്തോളം നിലനിന്നാൽ, അവസാനം വരെ ഓടി തികച്ചാൽ മാത്രമേ നമ്മളെ നല്ലവനും വിശ്വസനായ ദാസനെ ദാസി എന്ന പേര് വിളിക്കപ്പെടുവാൻ യോഗ്യരായി തീരത്തുള്ളൂ. ഞാൻ ഇന്ന് പോയ സഭയിലും ഓർപ്പിച്ചൊരു കാര്യമാണ്, ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഞാൻ ഓർപ്പിക്കുന്ന കാര്യം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന് 20-21 വാക്യങ്ങൾ അവിടെ കർത്താവ് പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുന്ന. പ്രൈസ് ലോർഡ്. അപ്പോൾ ഹല്ലേലൂയ അവിടെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരോട് ഞാൻ ചോദിച്ചു, അത്രയും വലിയ സിംഹാസനം ആദാം മുതൽ ഇന്ന് യേശുക്രിസ്തുവിന്റെ വരവ് വരെയുള്ള ജീവിക്കുന്ന വിശുദ്ധന്മാരെ ഇരുത്തുവാൻ തക്കവണ്ണം വലിപ്പമുള്ള ഒരു സ്വർഗവും വലിപ്പമുള്ള ഒരു സിംഹാസനമാണ് യേശുക്രിസ്തുവിന് ഉള്ളത്. അതിൽ പിശുക്ക് ഒട്ടുമില്ല. എനിക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട്, സനോജ് പാസ്റ്റിന് ഇരിക്കാൻ സ്ഥലമുണ്ട്, മെഫിയാനിക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട്, രാജൻ പാസ്റ്റർ ഇരിക്കാൻ സ്ഥലമുണ്ട്, ജോസ് പാസ്റ്റർ, ഓരോരുത്തർക്കും ഇരിക്കാൻ അതേ ഒരേ ഒറ്റ ലൈനിൽ ഇടത്തും വലത്തുമായി. അപ്പോൾ അതിന് വലുപ്പമെന്ന് ആലോചിച്ച് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടുത്തെ വീടില്ല, നാടില്ല, കാടില്ല, പല കാര്യങ്ങളും ചൊല്ലി നമ്മൾ ഭാരപ്പെടുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞ നിന്റെ ഹൃദയം ഉള്ളിടത്ത് നിന്റെ നിക്ഷേപം ആയിരിക്കും. അപ്പം എവിടെ ഹൃദയം ഉള്ളത്? സ്തോത്രം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന് 1, 2, 3, 4 വാക്യങ്ങളൊക്കെ പറയുന്നത്, ഭൂമിയിലുള്ളതല്ല സ്വർഗത്തിലുള്ളത് തന്നെ അന്വേഷിപ്പാൻ. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂടെ ഉയർത്തി എഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഭൂമിയിലുള്ളതല്ല. സ്തോത്രം. ഈ താഴ്ച ഉള്ളതല്ല, ഇവിടെ എല്ലാം നശിക്കാനുള്ളതാ. നമ്മുടെ പിതാക്കന്മാർ 50 വർഷം മുമ്പ് വരെ, അല്ലെങ്കിൽ 60-70 വർഷം മുമ്പ് വരെയുള്ള പിതാക്കന്മാർ, സ്തോത്രം, അനേകരുടെ പേര് നമുക്കറിയില്ല. സാധാ വിശ്വാസികൾ പോലും അവർക്ക് വീടില്ല, കടപ്പാടില്ല, സ്തോത്രം, കിടക്കാനുള്ള ഇടമില്ല. ചാണകം മെഴുകിയ സ്തോത്രം തറയിലൊക്കെ കിടന്നു, ചാണകം എറിഞ്ഞു അവരെ വീടുകളിൽ. ഈ വിശ്വാസം നിമിത്തം ചാണകം എറിഞ്ഞ് അവരെ പുറത്താക്കിയ അനുഭവം. അങ്ങനെ ഒരു പെന്തക്കോസ്ത്, അതേ ഹല്ലേലൂയ, അതേ സ്തോത്രം, അതേ തലമുറയെ ഹല്ലേലൂയ നമുക്ക് പിമ്പിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. വലിയ പള്ളികൾ വിട്ടവർ, വലിയ അമ്പലങ്ങൾ വിട്ടവർ, സ്തോത്രം, സുഖ സൗകര്യങ്ങൾ വിട്ടവർ, പ്രൈസ് ദി ലോർഡ്, അതെല്ലാം വിട്ടിട്ടാണ് ഹല്ലേലൂയ അവർ ഈ കഷ്ടത്തിൻ്റെ മാർഗത്തെ തിരഞ്ഞെടുത്ത്, ഇടുക്കവും ഞെരുക്കമുള്ള മാർഗത്തിൽ തിരഞ്ഞെടുത്ത് അതിൽ കൂടി കടന്നുപോയി. വിശ്വാസം നിമിത്തം അവർ മരിച്ചു. അനേകർ അടിയും ഇടിയും കൊണ്ട് ഈ കേരളത്തിൽ അനേകർ അവർ മരിച്ചു. സ്വന്തം വാളാൽ അറക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പല ഹീനമായ രീതിയിൽ കേരളത്തിലുള്ള അനേക ദൈവമക്കളെ കൊന്ന് ഒടിക്കാൻ അനുഭവങ്ങളുണ്ട്. അതുമേലാണ് പെന്തക്കോസ്ത് സഭ പണിതിരിക്കുന്നത്, അതുമേലാണ് സുവിശേഷം പണിതിരിക്കുന്നത്. സ്തോത്രം. നാം ഇന്ന് ഹല്ലേലൂയ, നിങ്ങളെല്ലാം ഏത് രീതിയിലാണ് ആരാധിക്കുന്നത് എങ്ങനെ അവസ്ഥ എനിക്കറിയില്ല. പക്ഷേ പല വലിയ സഭകൾ, ദേവദാസൻ ഓർമ്മ, വലിയ സഭകൾ ശൂന്യമായിരിക്കുന്ന അനുഭവം. UK അല്ല, ഈ കേരളത്തിൽ തന്നെ സ്തോത്രം അനേക വലിയ IPC ആയിക്കോട്ടെ, ചർച്ചകോട് ആയിക്കോട്ടെ, പ്രസ്ഥാനം വ്യത്യാസമില്ലാതെ അനേക വലിയ കോടിക്കണക്കിന് പൈസ മുടക്കിയ സഭകൾ ശൂന്യമായിരിക്കുന്ന അനുഭവം. പിന്നെ ആ ശൂന്യതയിൽ ആരുണ്ട്? 60 വയസ്സ് മേലുള്ള അപ്പച്ചനമ്മച്ചിമാരുണ്ട്. സ്തോത്രം. ചെറുപ്പക്കാരെല്ലാം ചേക്കേറി. സ്തോത്രം. കർത്താവ് അതെല്ലാം ആഗ്രഹിക്കുന്ന ഹല്ലേലൂയ.